സുജാതൻ ഈ ലോകമെങ്ങുമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒരേ ഒരു നേതാവായ എളമരം കരീം എന്ന കരീമിക്ക ഈ ഭാരതത്തിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ഇങ്ങ് കേരളത്തിൽ നിന്നും ഉത്തര ഭാരതത്തിൻ്റെ വടക്കൻ ബോർഡറിലുള്ള ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ പോയേക്കാണ്. ഈ നമ്മുടെ വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫാക്ടറി പൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. കേരളത്തിലെ ഫാക്ടറികളൊക്കെ ഒരുമാതിരി എന്താ പറയുക, പൂട്ടിക്കുകയും പിന്നെ നാട് കടത്തുകയും ചെയ്തു അദ്ദേഹം ഇവിടുന്ന്. ഇപ്പോൾ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് റൺ ഇത് കേരളത്തിനെ എങ്ങനെ ബാധിക്കും? ഇതാണോ നമ്മുടെ കരീമിക്ക മലയാളി മക്കൾക്ക് നൽകുന്ന സംഭാവന? ഇതാണോ ഈ ഇളമരത്തിനും കാതൽ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതൽ മൈറ്റ് ഓഫ് ദ ഡെഫിയൻറ്റ് എന്ന് പറയുന്ന പോലെ ഇളമരത്തിനും കാതൽ. അപ്പോൾ ഇദ്ദേഹം കേരളത്തിൽ കുമാർ പറഞ്ഞതുപോലെ CITU എന്ന സംഘടനയുടെ ആൾ ഇന്ത്യ നേതാവാണ്. അദ്ദേഹം ഉത്തരാഖണ്ഡിൽ വരെ എത്തി. വി-ഗാർഡിൻ്റെ ഒരു ഓഫീസ് ഫാക്ടറിക്ക് മുമ്പിൽ വലിയൊരു സമരം നയിക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ഏതായാലും അതെ, രുദ്രാപൂർ എന്ന സ്ഥലത്താണ് ഉത്തരാഖണ്ഡിൽ. വി-ഗാർഡ് കേരളത്തിൽ ഫാക്ടറി നടത്താനുള്ള സൗകര്യമോ അതിനുള്ള അനുമതിയോ ഒന്നും ഇല്ലാഞ്ഞായിരിക്കില്ല ഒരുപക്ഷെ UP-യിലേക്ക് പോയത്. കുറച്ചുകൂടെ ബെറ്റർ അറ്റ്മോസ്ഫിയർ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ കിഴക്കമ്പലത്തു നിന്ന് സാബു ജേക്കബിൻ്റെ കിറ്റക്സിൻ്റെ ഇത് തെലുങ്കാനയിലേക്ക് പോയല്ലോ. അതുപോലെ ഇദ്ദേഹം വി-ഗാർഡ് കേരളത്തിൽ പ്രത്യേകിച്ചും CITUവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ നോക്കുകൂലിക്കെതിരെ സ്വമേധയാ ഒരു പ്രതീകാത്മക സമരം നടത്തിയ ആളാണ്. നമുക്ക് കൊച്ചൗസേപ്പ് ചിറ്റനപ്പള്ളി എന്ന വി-ഗാർഡിൻ്റെ ഉടമയുടെ സ്ഥൈര്യവും സ്വാഭിപ്രായവും ഒക്കെ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ നമുക്കൊക്കെ അദ്ദേഹത്തെ കുറച്ചൊക്കെ നേരിട്ടും അറിയാം. അദ്ദേഹം വൃക്ക ദാനം ചെയ്ത് വിഖ്യാതനായ ഒരു മനുഷ്യവർഗ സ്നേഹിയാണ്. വ്യവസായി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കാൻ നല്ല രസകരമാണ്. അപ്പോൾ ആ തരത്തിൽ എങ്ങനെ ഒരു സ്ഥിരോത്സാഹത്തോടെ ഒരു നല്ല ഓണ്ടർപ്രണറായി വളർന്നു എന്നതിൻ്റെ കഥ മാതൃകാപരമായ ഒരു മാതൃകാ ജീവിതം ആ അർത്ഥത്തിൽ ധന്യമാക്കിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭത്തിൻ്റെ ഒരു യൂണിറ്റ് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് കൊണ്ടുപോയി ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തോടുള്ള വൈരനിര്യാതന ബുദ്ധി തലയ്ക്ക് പിടിച്ചപ്പോൾ നമ്മുടെ CITU നേതാക്കൾ ആ സമരം വീര്യത്തോടുകൂടി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി പൂട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത്രയും കടുത്ത പക കരീമിൻ്റെ പ്രസ്ഥാനത്തിന്, കരീമിക്ക അതെ, അദ്ദേഹത്തോട് കൊച്ചൗസേപ്പിനോടുണ്ട്. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ എന്താണ് അവിടെ ഈ ഫാക്ടറി, ഈ വി-ഗാർഡിൻ്റെ ഉത്തരാഖണ്ഡിലെ യൂണിറ്റ് ചെയ്ത പാതകം എന്നൊന്നും നമുക്കറിയില്ല. നമ്മളതിനെപ്പറ്റി അന്വേഷിക്കാനും പോകുന്നില്ല. കാരണം അത് നമ്മുടെ വിഷയമല്ല. അവിടുത്തെ ലോക്കലായ ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതവിടെ അവർ പരിഹരിച്ചോട്ടെ. പക്ഷേ ഇതെന്തൊരു പകയാണ്. ഒരു മനുഷ്യനെ, വ്യവസായിയെ പിന്തുടർന്ന് വേട്ടയാടുക എന്ന് പറയുന്നത്. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം പൂത്തുലഞ്ഞ വസന്തകാലമാണെന്ന് P. രാജീവ് അടിക്കടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കെ ഈ വ്യവസായ അന്തരീക്ഷം എല്ലാ വ്യവസായികളും പോയവർ തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയേ. ലംബോർജിനി കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ട് എത്രയോ ലക്ഷം കോടി രൂപയായിട്ട് വന്നു എന്നല്ലേ പറയണേ? അതെ. അപ്പോൾ അത് മാത്രമല്ല, ഈ കാസർഗോഡ് തൊട്ട് പാറശാല വരെ നോക്കുകയാണെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ ഒരു വ്യവസായ യൂണിറ്റുകളുടെ ശവപ്പറമ്പായിട്ട് മാറ്റി കഴിഞ്ഞു കേരളത്തിന്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ ഒരു കണക്കെടുത്ത, ഏതായാലും ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ടിന് കാത്തിരിക്കുകയാണ് നമ്മൾ. LDF ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തിനുള്ളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ പേർക്ക് PhD കൊടുത്തിട്ടുണ്ട്.
അതും മറ്റേ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലും മലയാളത്തിലും സോഷ്യോളജിയിലും മറ്റുമാണ് PhD കൊടുത്തിരിക്കുന്നത്. അതെ, അത് തന്നെ പലപ്പോഴും കണക്ക് തെറ്റിച്ചാണ് കൊടുത്തേക്കണേന്നും പറഞ്ഞൊരു വൈസ് ചാൻസലറുടെ ജോലിയും പോയി. എല്ലാ PhD അബദ്ധ പഞ്ചാംഗങ്ങളാണ് വന്നിടത്തോളം കാലം കാര്യം. പിന്നെ മാത്രമല്ല, അത് കാലടിയിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, സംസ്കൃത സർവകലാശാല. അവിടെ 700 വിദ്യാർത്ഥികൾ പഠിക്കുന്നു, 1200-ലേറെ അധ്യാപകരുമുണ്ട്. 1200 അധ്യാപകർ 700 വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കാലടിയിലെ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി. അവിടെ PhDക്ക് എൻറോൾ ചെയ്തവർ ആണ് ഏറ്റവും കൂടുതൽ, ഈ 700 പേരില്ല. അപ്പോൾ അവിടുത്തെ ഡിഗ്രി കോഴ്സുകളിൽ ചേരാൻ ആളില്ലാതെ കിടക്കുകയാണ്. അവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉള്ള ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ സുജാതൻ, ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നാണല്ലോ അതിൻ്റെ പേര്. സംസ്കൃതം ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട് അവിടെ. സാൻസ്ക്രിറ്റ് ഇല്ല, ഇന്ത്യൻ സംസ്കാരമില്ല, ഇന്ത്യനിസം ഇല്ല. ആ തരത്തിൽ ആദിശങ്കരനെ സ്പർശിക്കുന്ന ഒരു തത്വശാസ്ത്രവും അവിടെ ചർച്ച പോലും ചെയ്യപ്പെടുന്നില്ല. അത് സ്വന്തം കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശബരിമലയിലെ പിന്നെ സ്വർണം എങ്ങനെ അടിച്ചു മാറ്റാവുന്നതിനെ പറ്റിയുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. അവിശ്വാസികളായ സ്ത്രീകളെ അവിടെ എങ്ങനെ കടത്തി വിട്ട് ആചാരത്തെ ലംഘിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒന്നിലേറെ അധ്യാപകരും അത് പ്രചരിപ്പിക്കുന്നവരും പ്രസംഗ വീരന്മാരും ഒക്കെ അവിടെ ഉണ്ട്. ഈ അധ്യാപകരെല്ലാം കൂടെ 2 കുട്ടിയെ പഠിപ്പിക്കാൻ 3 അധ്യാപകർ വീതമാണ് ഇപ്പോൾ ഉള്ളത്. ഈ തരത്തിലാണ് അവിടുത്തെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയുടെ കഥയാണ്. കേരളത്തിൽ ലേണിംഗ് സെൻറ്റേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ അധപ്പതനങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ നേട്ടങ്ങളിലൊന്നായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൂടാതെയാണ് CITU നേതാക്കൾ ഉത്തരാഖണ്ഡിൽ പോയി ഒരു മലയാളിയുടെ വ്യവസായ സംരംഭത്തെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലുള്ള മനസ്ഥിതിയും ഇതുപോലുള്ള ആളുകളും ഒക്കെ ഈ നാട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എത്രമാത്രം പരിതാപം. മൈ ഗോഡ്, വളരെ കഷ്ടമാണ്. ഇപ്പം ഈ കരീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ബന്ദ് ഹർത്താൽ തുടങ്ങിയവ നടത്താൻ കരീം വളരെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏതോ ഒരു സംഘടന ഒരു ഹർത്താൽ നടത്തി. നിതിൻ രാജ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ മരണത്തിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സമരം ഹർത്താൽ എന്താ പറയണ ചീറ്റിപ്പോയിന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അവരോട്, നിങ്ങൾ വൈദഗ്ധ്യം ഉള്ള ആൾക്കാരെ കൊണ്ട് വേണം ഇത് നടത്തിക്കാനായിട്ട്. ആ കരീമിക്കാനടുത്ത് പറഞ്ഞാൽ അങ്ങേര് നടത്തി തരും. ഒരു മനുഷ്യനും കട തുറക്കില്ല, ഒരു ബസ് ഓടിക്കില്ല, അത് കരീമിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അത് ജനങ്ങൾക്ക് ഫുൾ തൃപ്തിയാകുന്ന രീതിയിൽ അദ്ദേഹം നടത്തി തരും. ബന്ദ് തിങ്കളാഴ്ച ദിവസം ബന്ദ് വെച്ച് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ശനി ഞായർ തിങ്കൾ 3 ദിവസം അവധി കിട്ടും ആൾക്കാർക്ക്. അത് മാത്രമല്ല, ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ ചിക്കനും മട്ടനും പിന്നെ സ്പിരിറ്റും സ്റ്റോർ ചെയ്യും. ബന്ദ് അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റിച്ചു എന്നുള്ളതാണ് കരീമിക്കയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതനുസരിച്ചാണ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചത്. അതെ അതെ, ബന്ദ് അല്ല, നമ്മൾ ഈ കാര്യം ആലോചിക്കുന്നത് ഇപ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് ചെന്ന് പിന്തുടർന്ന് വേട്ടയാടാൻ തക്കവിധം ഈ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി കാണിച്ചിട്ടുള്ള ദ്രോഹം എന്താണ് എന്ന് മിനിമം കേരളത്തിലെ മലയാളികളോടെങ്കിലും അദ്ദേഹം വിശദീകരിക്കണം. എളമരം കരീം, അദ്ദേഹം ഇവിടെ മന്ത്രിയായിരുന്ന ആളാണ്. CPMൻ്റെ സമുന്നതനായ വ്യവസായ മന്ത്രിയായിരുന്നു അച്യുതാനന്ദൻ മന്ത്രിസഭയിലല്ലേ? അതെ 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 അതെ. അന്ന് അങ്ങനെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജ് കഴിഞ്ഞതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ തവണയും കഴിഞ്ഞ തവണയൊന്നും മത്സരിക്കാൻ. അല്ല, ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നല്ലോ കോഴിക്കോട് MK രാഘവനെതിരായിട്ട്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ രാജ്യസഭയിൽ ഇപ്പോൾ മിക്കവാറും 2 പേര് പീരീഡ് തീരാറായി. ജോൺ ബ്രിട്ടാസിൻ്റെയും പിന്നെ ശിവദാസൻ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തന്നെ തല്ലിക്കൊല്ല് കാലോടിച്ച് എവിടെയെങ്കിലും ആശുപത്രിയിൽ ഇട്ടിട്ട് പകരം ഇയാളെ അയക്കാമല്ലോ രാജ്യസഭയിലേക്ക്. ഇപ്പോൾ അല്ല, അതൊക്കെ അദ്ദേഹം വന്നോട്ടെ. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആളുകൾ പാർലമെൻറ്റിലൊക്കെ പോയി എന്ത് തരം നിയമനിർമ്മാണമാണ് നടത്തുക? ഒന്നും ചെയ്യില്ല. ഇദ്ദേഹം പാർലമെന്റേറിയൻ അല്ലായിരുന്നോ? 5 വർഷത്തെ രാജ്യസഭാ മെമ്പറായിരുന്നു. ഇങ്ങനെ പേര് ഞാൻ കേട്ടാണ്. അവിടെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇൻക്ലാബ് വിളിച്ചെന്നും പറഞ്ഞിട്ടാണ് പേപ്പറിലൊക്കെ എഴുതിയേക്കണുണ്ട്. അല്ലാണ്ട് വേറെ ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവണ്ടേ സുജാതൻ? നിയമമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിയമത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണ്ടേ? അവിടെ പോയി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പേപ്പറിനകത്ത് കാണും, പേര് കാണും. ഹി വിൽ ബി ഹാപ്പി.
കേരളത്തിലെ വ്യവസായങ്ങൾ മാവൂർ റയോൺസ് കൂട്ടിച്ചത് എൻ്റെ സമര നേതാവ് ഇളമരം. കരിമായിരുന്നു. അപ്പോൾ കോഴിക്കോട്ട് ഇപ്പോൾ കൊള്ളാവുന്ന കുറേ ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടിയിരുന്ന കൊള്ളാവുന്ന ഒരു സംരംഭമായിരുന്നു അത് പല കാരണങ്ങൾ പറഞ്ഞ് അത് പൂട്ടി അതിനെ താഴിട്ടു. അങ്ങനെ വൺ ബൈ ആയിട്ട് കേരളത്തിൽ പുതുതായിട്ട് വ്യവസായം തുടങ്ങാൻ പോയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാള് പോലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയും അവരുടെ തൊഴിലാളി സംഘടനയും അതിൻ്റെ നേതാക്കളും. ഇപ്പോൾ കേരളം വിട്ട് ഏതെങ്കിലും മലയാളി ഒരു സംരംഭമായിട്ട് പോയാൽ അത് പിന്തുടർന്ന് എന്ന് പൂട്ടിക്കുന്ന തരത്തിലുള്ള വൈരാഗ്യം സംരംഭകരോടും വച്ച് പുലർത്തുന്ന ഒരു നയമാണ് ഇവർക്കുള്ളത്. ബാർബേറിയനിസം എന്ന് പറയേ, അതെ, കാട്ട് നിയമം അല്ലെങ്കിൽ എന്താ പറയണ അപരിഷ്കൃത നിയമം എന്ന് പറയും, അപരിഷ്കൃത ശൈലി എന്ന് പറയും. അതെ അതെ. കരീമൊന്നും ആ അപരിഷ്കൃത ശൈലിയിൽ നിന്ന് ഇനി ഒരു കാലത്തും പുറത്തു വരാൻ പോകണില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഓൾസോ. 70-70 വയസ്സായില്ലേ കരീമിനൊക്കെ. ഇനി മയ്യത്താവാനായിട്ടുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യർക്ക് പ്രയോജനമുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്യില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പറഞ്ഞിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുകയാണ്. അതുമാത്രമല്ല, ട്രേഡ് യൂണിയൻ അല്ലല്ലോ അയാൾ ചെയ്യുന്നത്, അയാൾ യൂണിയൻ ട്രേഡാണ് ചെയ്യുന്നത്. അതെ 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 അതെ. ഇപ്പം അത് കേരളത്തിൻ്റെ ഇന്നത്തെ നാശത്തിന് കാരണം ഇതുപോലുള്ള യൂണിയൻ ട്രേഡ് നടത്തുന്ന വ്യക്തികളാണ്. ഇത് ഉത്തരാഖണ്ഡിൽ പോകാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന BJP ആണ്. അപ്പം എന്തെങ്കിലും പറഞ്ഞ് BJP-ക്കാർ ചീത്ത പറഞ്ഞിട്ട് പോരല്ലോ. അവിടെ പോയി മലയാളത്തിലേ ചീത്ത പറയുള്ളൂ. എന്താ ആളുടെ പേര്, അവിടുത്തെ മുഖ്യമന്ത്രിക്ക് മലയാളം അറിയില്ലാത്ത കാരണം ഭാഗ്യം. ഇത് ഒരു കേരളത്തിലെ ഒരു കൾച്ചർ മാറേണ്ടിയിരിക്കണം. സുജാത, ഞാനൊരു ചെറിയ സംഭവം സുജാതിനെ ഓർമ്മിപ്പിക്കാം. പണ്ടല്ല, അധികം നാളായിട്ടൊന്നും ആയിട്ടല്ല, മേ ബി ഒരു 15 വർഷം എന്ന് വെച്ചോ അതിനിപ്പുറത്താണ്. BMW എന്ന് പറയുന്ന കാർ നിർമ്മാണശാല, അവർക്ക് ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ് അവർ കൊച്ചി കളമശ്ശേരി ഏരിയയിൽ വന്ന് സ്ഥലമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡൊക്കെ ഉണ്ട്, സ്ഥലമൊക്കെ അവർക്ക് പിടിച്ചു. പക്ഷേ അപ്പം ഇവിടെ വന്നപ്പോൾ അവരോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ട്രേഡ് യൂണിയൻസ് വല്ലാത്ത മിലിറ്റൻ്റ് ട്രേഡ് യൂണിയൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വ്യവസായ മന്ത്രിയുടെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ വ്യവസായ മന്ത്രി ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അങ്ങനെ കമ്പനി പ്രതിനിധികളും ഈ കേരളത്തിലെ ട്രേഡ് യൂണിയൻ നേതാക്കളും കൂടി ഒരു ചർച്ച ചെയ്യാനിരുന്നു. ഒരു ദിവസം തീരുമാനിച്ചു. അവർ വന്നു ഇവിടെ, BMW-ൻ്റെ ആൾക്കാർ. അന്ന് വന്നപ്പോൾ ഇവിടുത്തെ ഉള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ എന്നിട്ടുണ്ട്, അവർ സമരമായിരുന്നു. അവർ സമരം പ്രഖ്യാപിച്ച് ഷട്ട് ഡൗൺ ആയിരുന്നു കേരളത്തിൽ. അപ്പോൾ അവർ ചോദിച്ചു അത്രേ ഈ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ അടുത്ത്, നിങ്ങൾ പറയണ ഇവിടുത്തെ നിങ്ങളെ പറ്റി പറയണ മിലിറ്റൻ്റ് ട്രേഡ് യൂണിയൻസ് ആണ് നിങ്ങൾ മുഴുവനും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കില്ലെന്ന് ചോദിച്ചു. അതൊന്നും ബാധിക്കില്ല, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞങ്ങളെ സമരമൊന്നും അങ്ങനെ ഞങ്ങൾ പൂട്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ സമരമാണല്ലോ, ബന്ധാണല്ലോ എന്ന് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഞങ്ങളല്ല, അത് എൻ്റർപ്രനേഴ്സ് ബിസിനസ്സുകാർ ചെയ്യുന്ന സമരമാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ബിസിനസ്സുകാരും സമരം ചെയ്യുമോ? ഇന്ന് അവരുടെ സമരമാണ്, അവർക്ക് എന്തൊക്കെയോ ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റിന് BMW-ക്കാർ തിരിച്ചുപോയി. ആ ഫാക്ടറിയാണ് ചെന്നൈയിൽ തുടങ്ങിയേക്കുന്നത്. അതെ അതെ. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് KM റോയിയാണ്. KM റോയി അന്ന് മറ്റേ മംഗളത്തിലാണോ ഇതൊരു പത്രത്തിൻ്റെ എന്താ കോൺട്രിബ്യൂട്ടിങ് എഡിറ്ററോ എന്തൊക്കെയായിരുന്നു. അത് മംഗളത്തിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവരുടെ പിന്നെ മിലിറ്റൻ്റ് ട്രേഡ് യൂണിയൻസുകൾ അത് പറ്റി ഓർത്ത് പറയാനുണ്ട്. നോക്കുകൂലി എന്ന് പറയുന്ന അധമ സംസ്കാരം കേരളത്തിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാകൃത സംഘടനയാണ് തൊഴിലാളികളെ ഉപയോഗിച്ച് കാണിക്കുന്ന ഈ തെമ്മാടിത്തരം. ഇത് അവസാനിപ്പിക്കാൻ തത്വത്തിൽ അവരെല്ലാം പലപ്പോഴായി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ആ നേതാക്കൾക്കും പറ്റുന്നില്ല. അവരുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോയ പോലെയാണ്. പക്ഷേ എളമരം കരീമിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദുഷ്ടൻ പന പോലെ വളരണു എന്ന് പറയുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. അതെ, കരീമൊക്കെ അങ്ങ് പന പോലെ തഴച്ചു വളരുകയാണ്. അതേസമയം കേരളത്തിലെ വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ യുവാക്കൾ തൊഴിൽ അന്വേഷിച്ച് വിമാനം കയറുന്നു, ദുബായിലേക്കും യൂറോപ്പിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കൊക്കെ ആയിട്ട്.
ഇയാൾ നിന്ന് അവസാനമായി ചിരിക്കുന്നത് കരീമാണ്. അതെ 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 അതെ. അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ, ഇളമരത്തിനും കാതൽ.